നമസ്കാരം. പത്തനംതിട്ടയിൽ കാൽ വഴുതി അച്ചൻകോവിലാറ്റിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ചിറ്റൂർ തടത്തിൽ വീട്ടിൽ അജീബ് സലീന ദമ്പതികളുടെ മകൻ അജ്സൽ അജീബാണ് മരിച്ചത്. 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സഹപാഠി വഞ്ചിപ്പൊയ്ക ഓലിക്കൽ നിസാമിന്റെ മകൻ നബീൽ നിസാമിനെയും കാണാതായിട്ടുണ്ട്. അച്ചൻകോവിലാറ്റിൽ കല്ലറക്കടവിലാണ് സംഭവം. ചൊവ്വാഴ്ച ഉച്ചയോടെ ഓണപരീക്ഷ കഴിഞ്ഞ് സഹപാഠികളായ 8 വിദ്യാർത്ഥികളാണ് കല്ലറക്കടവിലെത്തിയത്. കുട്ടികൾ ആറ്റിലിറങ്ങി മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്തു. അതിനിടെ അജ്സലും നബീലും ആറിന് കുറുകെയുള്ള തടയണയിലൂടെ നടന്ന് നീങ്ങുന്നതിനിടെയാണ് കാൽ വഴുതി വീണത്. ആറ്റിൽ നിറയെ വെള്ളവും കുത്തൊഴുക്കുമുണ്ടായിരുന്നു. അജ്സലും നബീലും മുങ്ങിത്താഴുന്നത് കണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന 5 കുട്ടികൾ ഭയന്നോടി. കടമട്ട സ്വദേശിയായ മറ്റൊരു കുട്ടി ബഹളം വെച്ച് ആളുകളെ കൂട്ടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അജ്സലും നബീലും മുങ്ങിത്താണിരുന്നു. പത്തനംതിട്ടയിലും ചെങ്ങന്നൂരിലും നിന്ന് അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീം അംഗങ്ങളാണ് തെരച്ചിൽ നടത്തിയത്. സംഭവ സ്ഥലത്തുനിന്ന് 300 മീറ്റർ മാറി വൈകിട്ട് 3:45 അജ്സലിന്റെ മൃതദേഹം കണ്ടെത്തി. കല്ലറക്കടവ് ഭാഗത്ത് ചുഴിയും അടിയൊഴുക്കുമുള്ളതിനാൽ സ്ഥിരം അപകട മേഖലയാണ്. നിരവധി മുങ്ങിമരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എത്തുന്ന കുട്ടികളെ പല സമയങ്ങളിലും നാട്ടുകാർ മടക്കി അയക്കാൻ ശ്രമിക്കാറുണ്ട്. അജ്സൽ ഇവരുടെ ദമ്പതികളുടെ ഏക മകനാണ്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദിൽ നടക്കും.